Hello friends, we will discuss simple average profit method. That is, we goodwill calculate methods simple average profit method, capitalized profit method, weighted average profit method. That is simple average profit method. Goodwill calculate. Okay, so goodwill ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു എക്സ്ട്രാ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷനാണ് വരുന്നത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, then goodwill കണ്ടുപിടിക്കാൻ വേണ്ടി ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2010 മുതൽ 14 വർഷം വരെയുള്ള 5 വർഷത്തിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 1,20,000, 1,30,000, 1,25,000, 1,15,000, 1,10,000. ഇങ്ങനെ 5 വർഷത്തെ പ്രോഫിറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റുകളെ ടോട്ടൽ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 5 വർഷത്തെ പ്രോഫിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6 lakh ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത് 6 lakh ആണ്. 6 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇവിടെ എത്ര വർഷമാണല്ലോ? 1, 2, 3, 4, 5 വർഷമാണ്. ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര വരും? 6 lakh divided by 5 നമുക്ക് 1,20,000 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ ആവറേജ് പ്രോഫിറ്റ് കിട്ടിയ നെക്സ്റ്റ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവറേജ് പ്രോഫിറ്റിന് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. 2 years പർച്ചേസ് അല്ലെങ്കിൽ 3 years പർച്ചേസ് എന്ന് ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ 2 years പർച്ചേസ് ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 1,20,000. ഈ 1,20,000 ഇൻറ്റു 2, അപ്പോൾ എത്ര വരും? 2,40,000. ഇതാണ് ഗുഡ്വിൽ. അപ്പോൾ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. താങ്ക് യു.